എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ വീട്ടിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. കാരണം വീടുകളിൽ നമ്മളെല്ലാവരും കൂടുതൽ യൂസ് ചെയ്യുന്നത് വൈഫൈ നെറ്റ്വർക്ക്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഇന്നത്തെ കാലത്ത് മൊബൈല്, ലാപ്ടോപ്പ് അങ്ങനെ പല ഡിവൈസസ് നമുക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ വൈഫൈ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ വൈഫൈ ഉപയോഗിക്കുന്നവരെല്ലാം നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് വൈഫൈയുടെ റേഞ്ച്. കാരണം വൈഫൈ റൗട്ടർ മോഡൽ ഇരിക്കുന്നത് ഒരു പർട്ടിക്കുലർ റൂമിലായിരിക്കും. ചിലപ്പോൾ അങ്ങേയറ്റത്തെ റൂമുകളിൽ ഇതിൻ്റെ റേഞ്ച് വളരെ ഫീബിൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു പ്രശ്നം നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ലഘൂകരിക്കാം? കാരണം അതിന് അറിയാം, നമുക്കതിന് സൊല്യൂഷൻസ് ഉണ്ട്. വൈഫൈ എക്സ്റ്റൻഡേഴ്സ് ഒക്കെ ഇവിടെ നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. പക്ഷേ ഇതല്ലാതെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഒരു ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ച് നമുക്കൊരു വൈഫൈ എക്സ്റ്റൻഡറിൻ്റെ പർപ്പസ് സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ കോൺഫിഗറേഷൻ കാര്യങ്ങൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വൈഫൈ എക്സ്റ്റൻഡറായിട്ട് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന ആൻഡ്രോയിഡ് ഫോൺ എടുത്തിട്ട് അതിനകത്ത് ഗൂഗിൾ പ്ലേ സ്റ്റോർ എടുക്കുക. ഇപ്പം ഞാൻ ഫോണിൻ്റെ സ്ക്രീനാണ് നിങ്ങൾക്ക് കാണുന്നത്. അതിനകത്ത് നിന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ സെർച്ച് ചെയ്ത് കൊടുത്താൽ നമ്മുടെ നെറ്റ്ഷെയർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ, നെറ്റ്ഷെയർ നോ റൂട്ട് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനകത്ത് നെറ്റ്ഷെയർ എന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ഒരു ബട്ടണാണ് വരുന്നത്. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾ ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പം ഇങ്ങനെ ഒരു സ്ക്രീൻ ആയിരിക്കും നമുക്ക് ഫസ്റ്റ് കാണുക. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ ആദ്യം ഇങ്ങനെ വരുമ്പോൾ ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു സ്ക്രീൻ ആയിരിക്കും കാണുക. ഇവിടെ ഈ കണക്ട് ബട്ടൺ, ഇവിടെ ഇങ്ങനെ ഒരു ചെക്ക് ബോക്സ്, അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ ഇതിനകത്ത് ഈ നെയിം എന്ന് കാണിക്കുന്ന ഇതിനകത്ത് ഈ വൈഫൈ എക്സ്റ്റൻഡറായിട്ട് ഇത് വർക്ക് ചെയ്യുമ്പം നമ്മൾ ഏത് വൈഫൈയിലോട്ടാണ് കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ പേരാണ് ഈ കാണിക്കുന്നത്. അതിൻ്റെ പാസ്വേഡ്, ഈ പാസ്വേഡും നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ആദ്യം ചെയ്യുന്നത് ഇവിടുന്ന് സ്റ്റാർട്ട് വൈഫൈ ഹോട്ട്സ്പോട്ട് എന്നുള്ളൊരു ഇത് ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമ്മൾ പിന്നെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഏത് ഡിവൈസീസാണ് ഈ ഒരു വൈഫൈയിലോട്ട് കണക്ട് ചെയ്യുന്നതെന്ന് നോക്കണം. അതായത് നമ്മൾ ആൻഡ്രോയിഡ് ഫോണുകളാണ് ഉപയോഗിക്കുന്നെങ്കിൽ, ആൻഡ്രോയിഡ് ഡിവൈസസ് ഉപയോഗിക്കുന്നെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ ഇൻസ്റ്റാൾ ചെയ്യണം, ഈ നെറ്റ് ഷെയർ തന്നെ. എന്നിട്ട് ഇവിടെ ഈ മേളിൽ കണ്ടു ഈ കണക്റ്റ് എന്നുള്ള ഈ ബട്ടൺ, ഈ കണക്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു വൈഫൈയിലോട്ട് നമ്മൾ നേരിട്ട് കണക്ട് ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് ആൻഡ്രോയിഡ് ഡിവൈസസിൽ. ഇപ്പം നമുക്കിപ്പോൾ ഒരു എൻ്റെ വിൻഡോസ് ലാപ്ടോപ്പാണ്, ഞാൻ അതിലെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് കാണിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോണിലെ സെറ്റിങ്സ് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നമ്മുടെ ലാപ്പിൽ നിന്ന് ഇത് എങ്ങനെ ആ വൈഫൈ എക്സ്റ്റൻഡറിലോട്ട് കണക്ട് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വൈഫൈ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഇത് കണ്ടോ, നമ്മുടെ നോർമൽ വൈഫൈ കാണും. വൈഫൈയുടെ റേഞ്ച് ഇല്ലാത്തടത്താണ് അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ഈ വൈഫൈ എക്സ്റ്റൻഡർ ആയിട്ടുള്ള ഫോണിൻ്റെ ആ വൈഫൈ കാണും. അതിലോട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സെക്യൂരിറ്റി കീ നമ്മൾ എൻ്റർ ചെയ്യണം. നമ്മൾ നേരത്തെ കണ്ട ആ സെക്യൂരിറ്റി കീ നമ്മൾ എൻ്റർ ചെയ്യുകയാണ്. അപ്പോൾ അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അതിലോട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അത് കണക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിലോട്ട് കണക്റ്റ് ആകും. പക്ഷേ എന്നിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു വിൻഡോ നമുക്കൊന്ന് ലോഡ് ചെയ്യാൻ ശ്രമിച്ച് നോക്കാം. യൂട്യൂബോ വല്ലതും ഒക്കെ ലോഡ് ചെയ്യാൻ ശ്രമിച്ചത് ഉണ്ടോ, നമുക്ക് കണക്ടിവിറ്റി അങ്ങോട്ട് ത്രൂ ആകുന്നില്ല. കാരണം അതിനകത്ത് നമുക്ക് വേറൊരു സെറ്റിങ്സും കൂടെ എനേബിൾ ചെയ്താൽ മാത്രമേ വിൻഡോസ് ബേസ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യത്തുള്ളൂ. അതുപോലെ ഓരോ ടൈപ്പ് ഓഫ് സിസ്റ്റത്തിനും അതിൻ്റേതായ സെറ്റിങ്സ് ഉണ്ട്. അത് നമുക്ക് ഈ ആപ്പിനകത്ത് തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഈ വിൻഡോസ് സെറ്റിങ്സ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ കോമൺ നെറ്റ് സെറ്റിങ്സ് ഉണ്ട്. അതിൻ്റെ സെറ്റിങ്സ് ഇവിടുന്ന് എടുക്കുന്നത് കാണിച്ചു തരാം. അതായത് ഇവിടെ സ്റ്റാർട്ട് മെനുവിൽ നിന്ന് സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സിൽ ഇവിടെ നെറ്റ്വർക്ക് ആൻഡ് ഇൻ്റർനെറ്റ് എന്നുള്ള ഈ ഓപ്ഷൻസ് എടുക്കുക. അതിനകത്ത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ പ്രോക്സി എന്നൊരു ബട്ടൺ ഉണ്ട്. ആ പ്രോക്സിയിൽ ഇവിടെ യൂസ് എ പ്രോക്സി സെർവർ എന്ന് പറഞ്ഞ മാനുവൽ പ്രോക്സി സെറ്റപ്പ് എന്ന് പറഞ്ഞ് ഇവിടെ ഉണ്ട്. അതിൻ്റെ താഴെ കണ്ടോ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഇത് ഓഫ് ആയി കിടക്കുന്നത്. ഇത് നമ്മൾ ഓൺ ചെയ്യണം. ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഈ അഡ്രസ്സ് ബ്ലാങ്ക് ആയിരിക്കും. ഇവിടെ ഈ കാണിച്ചേക്കുന്ന വാല്യൂ എൻ്റർ ചെയ്യണം, 192.168.49.1. അതുപോലെ പോർട്ട് ഇതും ബ്ലാങ്ക് ആയിരിക്കും. അവിടെ 8282 എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇത്ര എൻ്റർ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ നെറ്റ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഇതൊന്ന് കണക്റ്റ് ആയി വരട്ടെ. അത് എനേബിൾ ആകാനായിട്ടുള്ളൊരു താമസമുണ്ട്. നോക്കട്ടെ. പോർട്ട് എനേബിൾഡ് നമ്മൾ സേവ് ചെയ്തില്ലെന്ന് തോന്നുന്നു. നോക്കട്ടെ. പ്രോക്സി ഓഫാണ്. പ്രോക്സി ഓൺ ആയിട്ടില്ല. പ്രോക്സി ഓൺ ചെയ്യുക. ഓൺ ചെയ്തിട്ട് ഇവിടെ താഴെ സേവ്. ഓക്കെ, എന്നിട്ട് നമ്മളിത് ഇവിടെ ഇത് ചെയ്തു, ക്ലോസ് ചെയ്തു. ഇനിയിപ്പോൾ ഒന്ന് നമുക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് ലോഡായി.
നമ്മുടെ ചാനൽസ് എല്ലാം വന്നു. ഇപ്പം നമ്മുടെ തന്നെ ഒരു വീഡിയോ ഞാൻ ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിച്ചത്? ഇപ്പം നമ്മുടെ ആക്ച്വൽ വൈഫൈ റൗട്ടറിൽ നിന്നല്ല സ്ട്രീം ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ വൈഫൈ എക്സ്റ്റൻഡർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ആൻഡ്രോയിഡ് ഫോണിൽ നിന്നാണ് നമ്മുടെ നെറ്റ് നമുക്ക് അവൈലബിൾ ആകുന്നത്. ഇതിപ്പോൾ വിൻഡോസ് ബേസ്ഡ് സിസ്റ്റത്തിലാണ് ഈ പ്രോക്സി സെർവറിൻ്റെ സെറ്റിംഗ് നമ്മൾ ഇങ്ങനെ എനേബിൾ ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പം നമ്മുടെ ഇനിയിപ്പോൾ ഇതിൻ്റെ ഓരോരോ സെറ്റിങ്സും ഡിവൈസസിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് ഇവിടെ നമ്മുടെ ഫോണിൽ ആപ്പ് എടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഹെൽപ്പിൽ എടുത്ത് കഴിയുമ്പോൾ കണ്ടോ ഓരോ ടൈപ്പ് ഓഫ് ഡിവൈസസിലും എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്നുള്ളതുണ്ട്. ഇപ്പം നമ്മൾ വിൻഡോസിൻ്റെ നമ്മൾ കണ്ടോ ഇതിനകത്ത് ഈ പ്രോക്സി സെർവർ കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. 192.168.149.1 എന്നുള്ളത്. ഇപ്പോൾ ആൻഡ്രോയിഡ് ഡിവൈസസ് ആണെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ആൻഡ്രോയിഡ് ആണെങ്കിൽ ഇതുപോലെ നെറ്റ്ഷെയർ ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതിനകത്ത് ഈ കണക്റ്റ് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഇതിലോട്ട് കണക്റ്റ് ആകത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ക്രോം ബുക്ക് ആണെങ്കിൽ അതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ പിന്നെ അതുപോലെ നമ്മുടെ ഐഫോണിൻ്റെ കേസുകളിൽ അതിൽ അതിലും ഈ പ്രോക്സി നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കണം. HTTP പ്രോക്സി നമ്മൾ അതിന് എനേബിൾ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ചെയ്താൽ നമുക്കിത് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു ആപ്ലിക്കേഷനാണ്. പക്ഷേ ഇതിനകത്തൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം ബൈ ഡിഫോൾട്ട് ട്രയൽ വേർഷനാണ് വരുന്നത്. ട്രയൽ വേർഷന് നമുക്കിതിൻ്റെ ടീതറിങ്ങിൻ്റെ ലിമിറ്റ് ഉണ്ട്. ഒരു ഇത്ര ഡാറ്റ ട്രാൻസ്ഫർ വരെ അത് സമ്മതിക്കത്തുള്ളൂ. എനിക്ക് തോന്നുന്നു അതിൻ്റെ അപ്ഗ്രേഡ് ചെയ്ത് ഫുൾ വേർഷൻ ആണ്ട് 200 രൂപ എങ്ങാണ്ടേ ഉള്ളെന്ന് തോന്നുന്നു. അപ്പോൾ അത് നമുക്ക് മേടിച്ചാൽ തന്നെ നമുക്കിപ്പോൾ ഒരു വൈഫൈ എക്സ്റ്റൻഡർ മേടിക്കുന്നതിലും വളരെ ലാഭമായിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ യൂസ്ഫുൾ ആകും എന്നെനിക്ക് തോന്നുന്നു. അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു.